മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ, അതും റബീഉൽ അവ്വൽ 12-നാണ്, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വാഗതം ചെയ്യാൻ വേണ്ടി എല്ലാവരും ദഫ് മുട്ടി വന്നിരുന്നു. കൊച്ചുമക്കൾ, ആബാലവൃദ്ധം ജനങ്ങൾ, എല്ലാ മനുഷ്യരും എല്ലാവരും തലഅൽ ബദ്റു അലൈനാ മിൻ തനിയാത്തിൽ വദാഇ എന്ന് തുടങ്ങുന്ന പരിശുദ്ധമായ കാവ്യം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ അവരിങ്ങനെ ആനന്ദത്തോടെ പാടി ആനന്ദതുലിതരായി ആ ജനത മുഴുവൻ നിന്നു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ആഗതമായ ആ ദിവസം പോലെ മദീനക്ക് അത്രമേൽ പ്രകാശിതമായ മറ്റൊരു ദിവസമില്ല. റസൂൽ വഫാത്തായ ദിവസം പോലെ അത്രമേൽ മദീന കരയുകയും മദീന ഇരുട്ടായി പോവുകയും ചെയ്ത മറ്റൊരു ദിവസവുമില്ല എന്ന് സയ്യിദുനാ അനസ് റളിയല്ലാഹു തആല. 2 ദിവസമാണ് അടയാളപ്പെടുത്തപ്പെട്ടത്. ഒന്ന്, മദീനയിലേക്ക് വന്ന സന്തോഷത്തിന്റെ പുലരി. അത് മദീനയുടെ ആകാശം, മദീനയുടെ വൃക്ഷലതാദികൾ സന്തോഷത്താൽ അങ്ങനെ പൂത്തുനിന്നിരുന്നു എന്ന് മഹാനായ സയ്യിദുനാ അനസ് റളിയല്ലാഹു തആല പറയുന്നു. എന്നാൽ മദീന ആ വിടവാങ്ങലിന്റെ ദിവസം ഇരുട്ടായിപ്പോയി. അന്നെല്ലാവരും കരഞ്ഞു, മദീന മുഴുക്കെ കരഞ്ഞു. സ്വഹാബാക്കൾ ബോധരഹിതരായി, ചിലർ പ്രജ്ഞയില്ലാത്ത വിധം എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. അങ്ങനെയുള്ള ആ സന്ദർഭത്തെ അനസ് റളിയല്ലാഹു തആല പറഞ്ഞു, അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയുന്നു, ഈ ദിവസത്തെ അങ്ങനെ തന്നെ കാണണം, ഈ മാസത്തെ അങ്ങനെ കാണണം. അപ്പൊ